ശ്രീ വിനയൻ കൂടി ചേരുന്നു. ശ്രീ വിനയൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഇനിയില്ല. നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ആ, ശ്രീനിവാസനാണ് വിടവാങ്ങുന്നത്. അതും 69ാമത്തെ വയസ്സിൽ. അതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇനിയും ഒരു ഇന്നിങ്സ് ബാക്കി നിൽക്കവെയാണ് മടക്കം. എങ്ങനെ ഓർമ്മിക്കുന്നു ശ്രീ വിനയൻ? അതെ ശ്രീ അരുൺ, മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ പകരക്കാരനില്ലാത്ത ഒരു അതുല്യ പ്രതിഭ എന്ന് നമുക്ക് തീർത്തും പറയാവുന്ന ഒരു ഒരു കലാകാരൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ തിരക്കഥകളും അദ്ദേഹത്തിന്റെ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളും ഒക്കെ അതിനപ്പുറത്തായിട്ട് ഞാൻ കാണുന്നത് ആക്ഷേപഹാസ്യം നിറഞ്ഞ ഈ സാമൂഹ്യ വിമർശനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അദ്ദേഹം കൊണ്ടുവന്ന കഥാതന്തുക്കളും ഒക്കെ മലയാളവും മലയാള സിനിമയും ഉള്ളിടത്തോളം കാലം നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറയാനുള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി അതാർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്ന് നോക്കാതെ തന്നെ പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. 1995 ശിപായി ലഹള എന്നൊരു ചിത്രം ഞാൻ സംവിധാനം ചെയ്തിരുന്നു. അതിന്റെ തിരക്കഥ മുതലാണ് ഞാൻ ശ്രീനിവാസനുമായിട്ടുള്ള പരിചയം. ഞങ്ങൾ തമ്മിൽ 5-6 ചിത്രങ്ങളേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ശ്രീനിയെ കൂടാണ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ആദ്യകാലങ്ങളിൽ ചെയ്ത ആ ചിത്രത്തിന്റെ സീനിയർ തിരക്കഥയിൽ കൂടാണ് തിരക്കഥയുടെ ഒരു 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 മർമ്മവും അതിന്റെ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, മാത്തമാറ്റിക്സും സിനിമയിൽ എങ്ങനെയാണ് ഒരു തിരക്കഥ ഒരു 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 ജനപ്രിയ ചിത്രങ്ങൾക്കൊക്കെ എങ്ങനെ ആ തിരക്കഥ ഉണ്ടാകണം എന്നുള്ളതിന്റെ ഒരു കണക്കുകളും ഒക്കെ തരുന്ന ഒരു നമുക്ക് തന്നിരുന്ന ഒരു 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 എന്താ പറയാ, മലയാളത്തിനും മലയാള സിനിമയ്ക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഒരിക്കലും നമ്മളൊരു എന്താ പറയാ, അദ്ദേഹത്തെ കണക്കൊരാളെ നമുക്ക് പറയാനായിട്ടില്ല. അത് തീർച്ചയായിട്ടും നമ്മളൊരു ഭംഗിവാക്കല്ല, മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു പോരാട്ട വീര്യം തന്നെയാണ് അദ്ദേഹം തിരിച്ച് ഈ അസുഖത്തിന് ശേഷവും എനിക്ക് തോന്നുന്നത്. നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്, അദ്ദേഹം തിരിച്ച് വേദികളിലൊക്കെ വന്നത്. പക്ഷെ ഇത്ര പെട്ടെന്നൊരു വേർപാടൊരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. ഒരു ഷോക്കാണ് ശ്രീനിവാസന്റെ ഈ വേർപാടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു. ശ്രീ വിനയനാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്.